റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ട് വി.ഡി. സതീശന്റെ കരുനീക്കം. അടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെന്നും യഥാർത്ഥ ക്യാപ്റ്റനെന്നും പ്രചരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങളിലെ സതീശൻ പക്ഷത്തിന്റെ പ്രചരണം. വി.ഡി. സതീശന്റെ നീക്കത്തിൽ നേതാക്കൾക്ക് അമർഷമുണ്ട്. അതിർത്തി പരസ്യമാക്കി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റിന് ശ്രമിച്ചത് അല്പത്തരമെന്നാണ് നേതാക്കളുടെ വിമർശനം. ക്രെഡിറ്റ് AICCക്കെന്നും നിലമ്പൂരിൽ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്തത് KC വേണുഗോപാലെന്നും നേതാക്കൾ. രാഷ്ട്രീയകാര്യ സമിതിയിലാണ് നേതാക്കളുടെ അഭിപ്രായ പ്രകടനം. ഋഷിപാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലാണോ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്? വി.ഡി. സതീശന്റെ നീക്കത്തിൽ ചില നേതാക്കൾക്കൊക്കെ ചില അമർഷമുണ്ടെന്നറിയുന്നു. ക്യാപ്റ്റൻ, മേജർ, പിന്നെ യഥാർത്ഥ പട്ടാളക്കാരൻ, ഇന്നീ നിലകളിലുള്ള ചില സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ ഇതാണോ അവസ്ഥ? അരുൺകുമാർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വി.ഡി. സതീശനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒട്ടേറെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കപ്പെട്ടത് ക്യാപ്റ്റൻ എന്ന ഒരു തലക്കെട്ടോടുകൂടി വന്ന പോസ്റ്റുകളാണ്. അതിനൊപ്പം തന്നെ CM 2026 എന്ന ഒരു കാറിന് മുന്നിൽ വി.ഡി. സതീശൻ നിൽക്കുന്നതടക്കമുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ക്യാപ്റ്റനായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ഇതാണ് കോൺഗ്രസിനകത്ത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയത്. സാധാരണ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ ഇങ്ങനെ വ്യക്തിഗതമായ പരാമർശങ്ങളും പ്രശംസകളും ഉണ്ടാകാറില്ല എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കഴിഞ്ഞു. അത് രമേശ് ചെന്നിത്തല അതുവഴി തൻ്റെ അമർഷമാണ് പ്രകടിപ്പിച്ചത്. തൊട്ടു പിന്നാലെ ഇന്നലെ മാത്യു കോൾനാടനും ഇങ്ങനെ ക്യാപ്റ്റൻ പ്രയോഗത്തിലുള്ള ഒരു വിമർശനം ഉയർത്തുകയുണ്ട്. ക്യാപ്റ്റൻ അല്ലെങ്കിൽ കാരണഭൂതൻ എന്ന പ്രയോഗങ്ങളൊക്കെ അത് കോൺഗ്രസ് പ്രവർത്തകർ വെറുക്കുന്നതാണെന്ന് മാത്യു കോൾനാടൻ പറഞ്ഞു. ഏതായാലും ഇന്നലെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിലടക്കം ഇത് സംബന്ധിച്ച ചില വിമർശനങ്ങളുടെ സൂചനകളും ഉയർന്നിരുന്നു. നേരത്തെ തന്നെ പ്രവർത്തകർക്കും ഇതിൽ വികാരമുണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി തർക്കം കോൺഗ്രസിനകത്ത് തുടങ്ങിയെന്ന സൂചന വന്നാൽ അത് പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുമെന്ന് ചില നേതാക്കളൊക്കെ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഇതുവരെ കാണാത്ത രീതിയിൽ വി.ഡി. സതീശന് വേണ്ടി വ്യാപകമായി മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടുള്ള പ്രചാരണം അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന തരത്തിൽ ഒരു ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു. ഒരു ഫോൺ റെക്കോർഡാണ്. മലപ്പുറത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കുകയും ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ സംഭാഷണം വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇത് വിവാദമായതോടെ ക്യാപ്റ്റൻ അത് തനിക്കറിയില്ല, അത് താനല്ല എന്നടക്കമുള്ള വിശദീകരണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിന് ഒപ്പമാണ് മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നത്. ഇത് സംബന്ധിച്ച് ക്രെഡിറ്റ് വിവാദം ശക്തമാകുമ്പോഴാണ് യോഗത്തിൽ AP അനിൽകുമാർ ഈ സ്പോൺസർ ചെയ്തത്, ഈ ഇലക്ഷൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സ്പോൺസർ ചെയ്തത് AICC ആണെന്ന വാദമുയർത്തിയത്. ആ മണ്ഡലത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നത് AP അനിൽകുമാറിനാണ്. ആ മണ്ഡലത്തിൽ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചത് AICC ആണ്. KC വേണുഗോപാലാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന രീതിയിൽ നേരത്തെ തന്നെ AP അനിൽകുമാർ പരസ്യമായി തന്നെ വാദം ഉയർത്തിയതാണ്. ഇപ്പോൾ തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ നന്ദി പരാമർശത്തിനിടയിലാണ് AP അനിൽകുമാർ ഇങ്ങനെ പദപ്രയോഗം നടത്തിയത്. അതിനൊപ്പം തന്നെ സോണി സെബാസ്റ്റ്യൻ മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയും സമാനമായി തന്നെ രാഷ്ട്രീയ അജണ്ട നിലമ്പൂരിൽ സെറ്റ് ചെയ്തത് KC വേണുഗോപാൽ എന്ന പരാമർശം ഉയർത്തുകയുണ്ടായി. എന്നാലും ക്രെഡിറ്റ് വിവാദം അതിപ്പോഴും കോൺഗ്രസിനകത്ത് പുകയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിവെച്ച ആ വിവാദം പിന്നീട് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഏറ്റെടുക്കുന്ന സാഹചര്യം കൂടിയാണ് കോൺഗ്രസിനകത്ത് കാണുന്നത്. അരുൺകുമാർ, ഓക്കെ. എന്തായാലും CM 2026 എന്ന നമ്പർ പ്ലേറ്റുള്ള കാറിന് മുന്നിലുള്ള വി.ഡി. സതീശന്റെ ചിത്രമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലും കൂടിയാണ്. യഥാർത്ഥ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളതാണ് കോൺഗ്രസിലെ ചോദ്യം എന്ന് പറയുന്നത്.